ഇന്ന് വളരെ എളുപ്പത്തിൽ ചക്കപ്പുഴുക്ക് റെഡിയാക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ചക്ക കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8-9 കുരു ഒന്ന് നെടുകെ പിളർന്ന് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ച ചക്കയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കാം. ഇത് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് വേവുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 8-9 ചെറിയുള്ളി വൃത്തിയാക്കി എടുത്തത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തരുതരുപ്പായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. 2 വിസിൽ വന്ന് ആവിയൊക്കെ പോയതിന് ശേഷമാണ് മൂടി തുറന്ന് നോക്കുന്നത്. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ പാകത്തിനാണ് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റെങ്കിലും അടച്ചു വെക്കാം. എന്നിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പൊതുവെ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.